പിന്നെ ഈ ഒരു ഫ്ലാക്സ് ഓയിൽ ക്യാപ്സൂളിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ പേഷ്യൻറ്റിൻ്റെ ആണ്. ഒരു 3 മാസം മുമ്പ് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മാംഗ്ലൂർ പോയിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ വേറൊരു ഡോക്ടറും കണ്ടിട്ട് ഇപ്പം വേണ്ട, നോക്കാം, ഒരു 2 മാസത്തെ മരുന്ന് നോക്കിയിട്ട് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ ഇടയിലാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്തും വരുന്നത്. ഭയങ്കര കിതപ്പും, ഇംഗ്ലീഷ് മരുന്ന് കുറേ ഉണ്ട്, ഗുളികൾ കുറേ ഉണ്ട്, ഡൈജഷൻ പ്രോബ്ലമും കോൺസ്റ്റിപ്പേഷനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ കുറച്ച് ആയുർവേദിക് പ്രോഡക്ട്സും പിന്നെ ഫ്ലാക്സ് 3 നേരമായിട്ട് ഞാൻ കൊടുത്തിരുന്നു. കിതപ്പ് അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ക്ഷീണം അങ്ങനെയൊക്കെ. അപ്പം ഒരു 1.5 മന്ത് കഴിഞ്ഞു കഴിക്കുന്നത്. അപ്പം ഹീസ് ഫീലിംഗ് ഫൈൻ. അപ്പോൾ ഞാൻ ഇനി പ്രാവശ്യം ആ ഡോക്ടറെ തന്നെ പോയിട്ട് ഒന്ന് ജസ്റ്റ് റീചെക്ക് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഡോക്ടർ ECG ഒക്കെ എടുത്തിട്ട് നോർമൽ ഉണ്ട്, ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, സർജറിയുടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. സോ മുമ്പ് ഒരു 2 മാസം നോക്കിയിട്ട് സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഒരു 2 മന്ത്സ് ഇത് കൊടുത്തിരുന്നു നോക്കാമെന്ന്. എമർജൻസി കേസല്ല, 2 മന്ത്സ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവർ ഇല്ല, ഇറ്റ്സ് എ ബ്ലോക്ക് എല്ലാം പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഹിസ് ഫൈൻ. പിന്നെ ഒരു ഗുളിക കുറച്ചു അത്ര. അപ്പോൾ ദേ ആർ വെരി ഫീലിംഗ് ഹാപ്പി. നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പേഷ്യൻസിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് മെയിന് ആ കൊടുക്കുന്ന ആൾക്കൊരു വിശ്വാസം വേണം. ആക്ച്വലി ഈ പേഷ്യൻ്റ് വിശ്വാസത്തോടെയാണ് കഴിക്കുന്നത്. നമ്മൾ നിർബന്ധിച്ചിട്ട് കഴിച്ചിട്ട് കാര്യമില്ല ഇതിലേതിലും. ഓക്കെ, സോ ഈ ഒരു എക്സ്പീരിയൻസും ഇന്നലെ എനിക്ക് കിട്ടിയതാണ്, അതിൻ്റെ ഷെയർ ചെയ്തതാണ്. താങ്ക് യു.